പാട്ട്. എന്തൊക്കെയാലും ഞങ്ങളുടെ അടുത്തൊന്നും പെട്ടില്ലേ? അപ്പൊ നമുക്ക് തോന്നുന്നു ഒരു മെഡ്ലി പോലെ നമുക്ക് ഓരോരോ സോങ്സ് കേൾക്കാൻ തോന്നുന്നു. ഓരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടായിരിക്കും. പുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. ലാ 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 ലാ. ആ മന്ത്രം ലാ 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 വിഷുപക്ഷി പോലെ. കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. ഹൃദയരാഗതന്ത്രമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. സൂപ്പർ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് 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 സന്തോഷം. കാരണം ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റി. അതെ, തീർച്ചയായും. താങ്ക് യു ടീച്ചർ. എന്തായാലും ഈ ഒരു പ്രാർത്ഥന പാടിയത് പല സ്കൂളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ടീച്ചറായത് പാടിയെന്ന്. ഞാന് ചില ഫംഗ്ഷനൊക്കെ വെച്ച് സ്കൂളിൽ പോകുമ്പോഴും അവിടെ അതായിരിക്കും പ്രാർത്ഥന പാടും, പക്ഷെ അവർക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ പറയണം ഞാൻ പാടി. വളരെ സന്തോഷം ഇവിടെ വന്ന് എനിക്ക് എല്ലാവരും കാണാൻ പറ്റിയതിൽ. അത് പ്രത്യേകിച്ചും നമ്മുടെ മക്കളെന്ന് പറഞ്ഞത് എൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അതിന് വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ടീച്ചറിന് നന്ദി. തിരക്കുകളൊക്കെ മാറ്റി വെച്ച് സൂപ്പർ സ്റ്റാറിൽ വന്നതിന് താങ്ക് യു. ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ഒരു സ്നേഹ ആദരവുണ്ട്. മൂന്നേരും ടീച്ചർ. ഒരുപാട് നന്ദി. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? ആ ഹമ്മിങ്ങും പാട്ടും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ഒരു സ്നേഹാദരവ്. ശരത് സർ. കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി. അപ്പൊ ടീച്ചർ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും അടുത്ത് നിന്നൊക്കെ കേൾക്കാൻ പറ്റിയാലും. കാരണം എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം.